ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഗായ്സ് ഇസ് മീ സിയോൺ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡൈനോസറിനെ വെച്ച് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഡൈനോസറിനെ വെച്ച് നമ്മൾ ഫുൾ ഗ്രോത്ത് ആക്കി നമ്മളൊരു ചലഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പം കരഞ്ഞപ്പോൾ എൻ്റെ തല കണ്ടില്ല, അപ്പോൾ നമുക്ക് തല കാണും. കരഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ഗ്രോത്ത് ആക്കി നമ്മൾ ഫൈറ്റ് ഇറങ്ങുന്നതായിരിക്കും ഗായ്സ്. ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മളാകെ ഇത്തിരി ഇമ്മിണിക്കാട്ടേ ഉള്ളൂ. അത് മൊത്തം നമ്മളിന്ന് ഫുൾ ഗ്രോത്ത് ആക്കി നമ്മൾ ഫൈറ്റ് ഇറങ്ങുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആരെങ്കിലും വന്ന് നമ്മളെ കാറ്റി. അതുകൊണ്ട് നമുക്ക് മലയുടെ മണ്ടക്കെല്ലാം പോകാം ഗൈസ്. ഇപ്പം എന്തായാലും ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും പോയി കിടക്കാം. നമ്മുടെ ഡൈനോസറിനെ നമ്മൾ ഒത്തിരി പണിയെടുപ്പിക്കാതല്ലോ, നമുക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ചെറുക്കനെ കൊണ്ടുപോയി കിടപ്പിക്കാം. അപ്പം നമുക്ക് വല്ല മലയുടെ മണ്ടക്കെല്ലാം പോവാം. ഇപ്പം നമ്മൾ ഇവിടങ്ങൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഡൈനോസറുകൾ വന്ന് നമ്മളെ കാറ്റും. അതുകൊണ്ട് നമുക്ക് വല്ല മലയുടെ മണ്ടയ്ക്ക് വല്ലതും പോവാം. നമ്മൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് താഴെ പോയായിരുന്നു. ഇപ്പം കയറി വരാൻ കുറച്ച് ടാസ്ക് പിടിച്ചു, അതാണ് ഞാൻ ഇപ്പം കട്ട് ചെയ്തിട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വല്ല മലയുടെ മണ്ടയ്ക്ക് വല്ലതും പോവാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാരെന്നെ കാറ്റുന്നതായിരിക്കും ഗൈസ്. എനിക്ക് ഇത് ചാലഞ്ച് ചെയ്യൂ. അവർ ഡൈനോസറിനെ വേണ്ടേ? അല്ല. അപ്പം നമുക്ക് പതുക്കെ പോയി. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലും അറിയരുത് നമ്മൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കരയുന്നു ഗൈസ്. എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വള്ളി കിട്ടും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോവാം. നമുക്ക് ഗൈസ് ഒരു സാധനത്തിനല്ലേ നമ്മളവിടെ കണ്ടേ? അതിന് ഒരു കൊമ്പൊക്കെ ഉള്ള ഏതോ ഒരു സാധനത്തിനെ നമ്മളവിടെ കണ്ടു ഗൈസ്. ഇനി എനിക്ക് തോന്നിയതാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ ഇപ്പോൾ അവൻ്റെ ഔട്ട് കൊണ്ടിയാവും. അപ്പോൾ ഇല്ല, ഇവിടെ ആരും ഇല്ല. പോയി ഗൈസ്. അപ്പം നമുക്ക് ഇനി ഒത്തിരി നേരം ഇവിടെ നിൽക്കണ്ട. ഒത്തിരി നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഓരോരുത്തരെയൊക്കെ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി മലയുടെ മണ്ടയ്ക്ക് എല്ലാം പോവാം. നമുക്ക് എല്ലാം മലയുടെ മണ്ടയ്ക്ക് എല്ലാം കിടക്കാം നമുക്ക്. അപ്പോൾ നമ്മളൊരു ആറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചിട്ട് പോകാം. നമുക്ക് നമ്മുടെ ചെറുക്കനെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം. കുറേ നേരം കൊണ്ട് ഓടുമില്ല, പിടിച്ച് വേണം. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം. അതുപോലെ കുറച്ച് നേരം നിൽക്കുക. നമ്മുടെ ഹെൽത്തൊക്കെ നമ്മുടെ ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ലോണം. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നിൽക്കാം ഗൈസ്. ഇവിടെ നിൽക്കുന്നത് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല, കാരണം നമുക്ക് ഇവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങാം. കാരണം ഞാൻ തോന്നുന്നത് നമ്മളെ ആ സൈഡിലായിട്ട് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ കാണുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവണം ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. അല്ലല്ല അവൻ കാണുന്നതിന് മുന്നേ എന്തായാലും നമുക്കിനി പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് കിടക്കാം. നമുക്ക് കിടക്കുന്ന റിസ്ക്. എന്തായാലും നമുക്ക് ചുമ്മാ കിടക്കാം ഗൈസ്. ചുമ്മാ കിടന്നിട്ട് നമ്മളൊന്ന് ഇന്നിട്ട് ഓടുന്നതായിരിക്കും ഗൈസ്. നമ്മളിവിടെ കിടപ്പുണ്ട്. ഇതെന്തോ കിടപ്പായി കിടക്കുന്നത്? ഇതെങ്ങനെ കിടക്കുന്നത്? ഇത് നമ്മളൊരു വടി വെട്ടിയിട്ട പോലെയാണ് ഗൈസ് കിടക്കുന്നത്. നേരെ ഒരു കിടപ്പാണ് നമ്മളെ ചെറുക്കൻ. അപ്പോൾ എന്തായാലും മുതലേ ഒന്നും കടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഈ ഡൈനോസറിൻ്റെയൊക്കെ വീഡിയോയും റോൾ ബ്ലോക്സിൻ്റെയും കാറിൻ്റെയൊക്കെ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും ഗൈസ് വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം നമ്മളെന്തായാലും അന്ന് മേളിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു മലയുടെ മേളിലോട്ട് വന്നിട്ടുണ്ട്. താഴെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ല മുതലയുടെയോ വേറെ ഏതിൻ്റെയെങ്കിലും വായിലിരിക്കും. അതുകൊണ്ട് നമ്മൾ മേളിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നീ കിടന്നപ്പോൾ നമുക്ക് വേറെ പിള്ളേരെ കിട്ടി. ഇവൻ്റെ നോട്ടമൊന്നും ശരിയല്ലല്ലേ. ഇങ്ങനെ ചവിട്ടി കൊല്ലും നമ്മൾ അങ്ങനെ ഒരു വടി വെട്ടിയിട്ട പോലെ നമ്മളിങ്ങനെ കിടക്കുകയാണ് ഗൈസ്. അവൻ്റെ നോട്ടമൊന്ന് നമ്മളെന്തായാലും നമ്മൾ ഇത്രയും ഗ്രോത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒരെണ്ണം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഗ്രോത്ത് ആകും. അപ്പോൾ നമ്മൾ ഫുൾ ഗ്രോത്തായി ഫൈറ്റ് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവന്മാരെയൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും ഗൈസ്. അപ്പം എന്തായാലും രാവിലെ ആകാറായി. ചിറകൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. എന്തൊരു കോഴിയുടെ കൂട്ടിരിക്കുന്ന എന്തോ ഒരു സാധനം, അതുകൊണ്ട് കണ്ടിട്ട് തന്നെ എന്തോ പോലെ വരുന്നത്. അപ്പം നമ്മൾ വന്നേ പിന്നെ ഇവൻ ഇങ്ങനെ കിടന്നിട്ടില്ല. ഇവന് ഒറ്റൊരു നിൽപ്പാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇവൻ നമ്മളെ കാറ്റ് പോകും ഗൈസ്. ഒന്നും അറിയത്തില്ല. നമ്മളെ ഫുൾ ഇല്ല അവന് കിടന്ന് കേട്ടോ. കിടന്ന് അപ്പോൾ നമ്മുടെ ചാലഞ്ച് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചാലഞ്ച് പൂർത്തിയാകും. നമ്മുടെ സാധനത്തിനെ ഫുള്ള് വലുതാക്കും ഗൈസ്. എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് ഓടാം. നമുക്ക് ആരെങ്കിലും കിട്ടിയാൽ എന്തായാലും അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇനി ആരെയും നമ്മൾ പേടിക്കത്തൊന്നുമില്ല. നമ്മളെല്ലാത്തിനെയും കാറ്റുന്നതായിരിക്കും.
ഗായ്സ് ഞാൻ താഴെ പോയി അയ്യോ താഴെ പോയി ഗായ്സ്. ഞാൻ നമ്മുടെ ഇതൊക്കെ ഹെൽത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പെട്ടെന്ന് പോകണം. വല്ല മുതലുകളെല്ലാം വന്ന് നമ്മളെ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് നമ്മളപ്പുറത്തെ കരയിൽ ചെല്ലണം ഗായ്സ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം. എങ്ങാനും വല്ല മുതലെല്ലാം വന്നാലും മുതലല്ല വേറെ ആരെങ്കിലും വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, നമ്മുടെ ചാലഞ്ച് പൂർത്തിയാക്കാൻ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ഇതെന്ത് പെട്ടെന്ന് പോകുന്നത്? ഇത്ര നേരം ഇങ്ങനല്ലല്ലോ, നല്ല സ്പീഡുണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെയൊക്കെ പോയി. നമ്മളെന്തായാലും ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് പോവുക. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിനകത്ത് മുങ്ങി നിൽക്കുന്നു. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇനി ഫ്രണ്ടിലോട്ട് പോകണം. ഇതെന്തോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഗായ്സ്? നമ്മളവിടെ ചേറിനകത്ത് പൊതഞ്ഞു പോയി ഗായ്സ്. ചേർ പൊതഞ്ഞു പോയെന്നല്ലേ, നമ്മൾ ചുമ്മാ അവിടെ ഇനി ഇരുന്ന് നോക്കിയാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇനി മണ്ടയ്ക്കോട്ട് പോവാം. മണ്ടയ്ക്കോട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ കാല് മൊത്തം പൊതഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അയ്യോ തെന്നി വേണ്ട. പിന്നെ നമ്മളിപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി തന്നെ ചെയ്യും. അതെന്തുവാ കണ്ട ഞാൻ ഗായ്സ് പെട്ടെന്ന് പോകണം. പറ്റി. അപ്പം ഗായ്സ് നമുക്ക് നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്തായാലും. അപ്പോൾ നമ്മളെ ഗ്രോത്ത് ഫുള്ളാവാൻ ഒരു ഇത് മാത്രം മതിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ ആ മുതല വന്ന് കാച്ചി ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗായ്സ്.